ഹായ്, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ എവിടെ വരികയായി. നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഇലയിലൊക്കെ ഇടുമ്പോൾ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന പച്ചടിയല്ലേ ബീട്രൂട്ട് പച്ചടി. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ അത് ഇഷ്ടമുള്ളൊരു കറിയാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മളിത് കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ നമ്മുടെ ഈ നഖം കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് തൂക്കും. നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കണേ. ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വൈറ്റ് കളറിലുള്ള ബീട്രൂട്ട് വരും. അതാകുമ്പോൾ നമ്മുടെ കറിക്ക് കളർ കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ബീട്രൂട്ട് എടുക്കാൻ നോക്കണം. ബീട്രൂട്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബീട്രൂട്ട് കണ്ട ഇത് പുറമേ നല്ല കളറായിരുന്നു, പക്ഷേ കട്ട് ചെയ്തപ്പം കണ്ട അകത്തിങ്ങനെ വൈറ്റ് പാർട്സ് ഉണ്ട്. അതില്ലാത്തത് നോക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ഇത്തിരി കൂടി നല്ല കളർ കിട്ടുമേ. ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ കുക്കറിലോട്ട് കട്ട് ചെയ്ത് ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ 6 സ്പൂൺ ചിരകി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട്. ഒരു 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 1/4 സ്പൂൺ ജീരകം. ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അഥവാ ഇനി അരയാൻ പാടാന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കറിക്ക് വെള്ളം വേണ്ട, അതുകൊണ്ടാണേ. നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാം. ബീട്രൂട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മളൊരു ബീട്രൂട്ടിനെ ഒരു ഫോർക്കും കൊണ്ട് വല്ലതും ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ടായിട്ടുണ്ട്, അപ്പം വെന്തിട്ടുണ്ട്. ഈ പരുവം മതി. നമുക്ക് ഒരുപാട് പോകണ്ട. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ബീട്രൂട്ട് നമുക്ക് ഒരു മിക്സിയുടെ പൾസ് മോഡിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. ഒരുപാട് പേസ്റ്റ് ആവല്ലേ, നമുക്ക് തരിതരിപ്പായിട്ട് ബീട്രൂട്ട് കിട്ടണം. അതുപോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൾസ് മോഡിൽ മതി. നമ്മുടെ ബീട്രൂട്ട് ഇപ്പം പേസ്റ്റ് ആയിട്ടില്ല, പക്ഷേ എന്നാൽ നല്ല തരിതരിപ്പോട് കൂടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാകത്തിന് വേണം നമ്മൾ എടുക്കാൻ. നമുക്കിനി ഇത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ട് പാനിയിലിട്ടൊന്ന് അതിൽ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ അംശം നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ. നമുക്ക് ഒട്ടും വെള്ളം വേണ്ട. നമ്മൾ ഇലയിലൊക്കെ ബീട്രൂട്ട് പച്ചടി ഒഴുകി പോത്തില്ലല്ലോ. നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റി നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ നേരത്തെ അരച്ചപ്പം ഒരു നുള്ളു കടുകും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. ഒരു പിഞ്ച് കടുകും കൂടെ. ഒരുപാട് കടുക് ചേർക്കുമ്പോൾ നമുക്ക് ആ കടുകിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഒരു പിഞ്ച് കടുകും ജീരകം, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ഇത്ര അരച്ചതാണിത്. ഇതും നമ്മൾ വെള്ളം ഇല്ലാണ്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ പാകത്തിന് നമുക്ക് കിട്ടണം, വെള്ളമില്ലാണ്ട്. ഇനി ഇതും ഈ തേങ്ങയുടെ മിക്സും ബീട്രൂട്ടും കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. തേങ്ങയുമായിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ആ തേങ്ങയുടെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ആ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 6 സ്പൂൺ തൈര്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നല്ല കട്ട തൈരാണേ. നമുക്ക് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാവേ. നമ്മൾ മിക്സിയിലെ പൾസ് മോഡിലോ മിക്സിയിലിട്ടതൊന്ന് അടിച്ചെടുത്താലേ ഇത്തിരി ലൂസായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലിടാതെ നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുമ്പോൾ ആ കട്ടയൊക്കെ പൊക്കോളും. ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പം നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ മാറുന്ന കണ്ടോ. തൈര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും 1 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കും. അത് ഭയങ്കര ടേസ്റ്റ് നമ്മുടെ ഈ കറിക്ക് കൊടുക്കും. നിങ്ങളൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് വരും. നല്ലൊരു നമ്മുടെ മധുരമൊക്കെ ഉള്ള നല്ലൊരു കറിയായിട്ട് മാറുവേ. തൈരിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം.
തൈരിട്ട് കഴിഞ്ഞാൽ അടുപ്പിൽ ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല. ഇത് കണ്ട നമ്മുടെ ബീട്രൂട്ട് ഇപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല കുറുകി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കടുക് പൊട്ടിച്ചൊഴിക്കണം. ഇനി ഒരു പാനിലോട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 സ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ ഇത് വറ്റൽമുളകാണ്. വറ്റൽമുളകിൻ്റെ നമ്മൾ ആ അരി കളഞ്ഞിട്ട് ഒന്ന് മുറിക്കുമ്പോഴത്തേക്ക് നമുക്ക് അരി അതിൽ നിന്ന് പോയി കിട്ടും. അരി കളഞ്ഞിട്ട് നമ്മൾ ഇതിലിടുവാണെങ്കിൽ നമ്മുടെ കറിക്ക് പിന്നീട് എരിവൊന്നും കൂടത്തില്ല. അരി കളഞ്ഞിട്ടുള്ള വറ്റൽമുളകാണ്. കറിവേപ്പില ഇത് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം.